നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമാവുകയും ഗാസയിലെ ആശുപത്രിക്ക് നേരെ ബോംബാക്രമണം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ 500-ലധികം സിവിലിയൻസ് കൊല്ലപ്പെട്ടതിൻ്റെയും ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും പ്രകടമായിരുന്നു. ഇന്ത്യൻ ഇൻഡെക്സുകളെല്ലാം തന്നെ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.71% ഇടിഞ്ഞ് 19,671 ക്ലോസിംഗ് നൽകി. ബാങ്ക് നിഫ്റ്റി 1.17%, നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.90% ഇടിഞ്ഞു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിയാൽ 1400ഓളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലായിരുന്നു. 680ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഇന്ന് ഇൻഡിസസ് മാത്രമല്ല, കൊമോഡിറ്റി മാർക്കറ്റിലും വോളറ്റിലിറ്റി ദൃശ്യമായിരുന്നു. ഗോൾഡ്, സിൽവർ എന്നിവയുടെ വിലയിൽ 1% വർധനവുണ്ടായി. നാച്ചുറൽ ഗ്യാസിൻ്റെ വില 1.29% ഉയർന്നു. ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ 2.46% വർധനവുണ്ടായി. ഗാസയിലെ ആശുപത്രിക്ക് നേരെ ആക്രമണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ ഇസ്രായേലിനെതിരെ സാങ്ഷന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില 3% ഉയർന്നു. ഇന്ന് പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലെല്ലാം തന്നെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ആക്സിസ് ബാങ്ക്, ബജാജ് ഫിൻസർവ്, ബജാജ് ഫിനാൻസ്, BPCL, ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്, HDFC, LTI മൈൻഡ്രി, NTPC, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ടെക് മഹീന്ദ്ര, കൊട്ടക് ബാങ്ക്, വിപ്രോ, അദാനി പോർട്ട്, ICICI ബാങ്ക്, JSW സ്റ്റീൽ, അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം തന്നെ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഓട്ടോ, ഫാർമ തുടങ്ങിയ ഇൻഡിസസുകൾ മാത്രമാണ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത് ബാങ്കിംഗ് സെക്ടറിലും ഫിനാൻസ് സെക്ടറിലുമാണ്. നിഫ്റ്റി PSU ബാങ്ക് 1.67% ഇടിഞ്ഞു. നിഫ്റ്റി ഫിൻ സർവീസ് 1.28%, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 1.17% ഇടിഞ്ഞു. IT സെഗ്മെൻറ്റിലെ ഒരു പ്രമുഖ കമ്പനിയായ വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വന്നു. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്ക് 0.97% ഇടിഞ്ഞ് 407 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുൻപേ ഉള്ള എക്സ്പെക്റ്റേഷൻ നമ്മൾ പരിശോധിച്ചാൽ വിപ്രോ എന്ന കമ്പനിയിൽ നിന്നും ഡീഗ്രോത്ത്, അതായത് റവന്യൂ ഡീഗ്രോത്താണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമായ ക്വാർട്ടർലി റിസൾട്ട് വിപ്രോ പുറത്തുവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അപ്ഡേറ്റ്. കമ്പനിയുടെ പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 14% ഇടിഞ്ഞു എന്നുള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. വിപ്രോയുടെ റവന്യൂ 1.38% ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിഞ്ഞു. 22,919 കോടിയിൽ നിന്നും റവന്യൂ 22,516 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 22,919 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് കമ്പനി കാഴ്ചവെച്ചു. കൂടാതെ എബിറ്റ് 11.26% ഇടിഞ്ഞ് 3,075 കോടിയായി മാറി. 3,517 കോടി രൂപയുടെ എസ്റ്റിമേഷനായിരുന്നു മാർക്കറ്റിനുണ്ടായത്. എബിറ്റിലും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്തിട്ടുണ്ട്. എബിറ്റ മാർജിൻ ക്വാർട്ടർ ടു ക്വാർട്ടർ 15.17%-ൽ നിന്നും 13.66%-ലേക്ക് ഇടിഞ്ഞു. 15.44% എബിറ്റ് മാർജിൻ പ്രതീക്ഷിച്ചെടുത്താണ് എബിറ്റ് മാർജിൻ 13.66%-ലേക്ക് ഇടിഞ്ഞത്. ഇതും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത എബിറ്റ് മാർജിനാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 14% ഇടിഞ്ഞു. 2,905 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 2,267 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ അർത്ഥത്തിലും മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് വിപ്രോ പുറത്തുവിട്ടത്. ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്തു എന്നത് കൂടാതെ ഗ്രോത്ത് ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഫോർകാസ്റ്റും റെഡ്യൂസ് ആയിട്ടുണ്ട്. IT സർവീസിൽ നിന്നുള്ള റവന്യൂ 2.3% സീക്വൻഷ്യലി ഇടിഞ്ഞ് $2.71 ബില്യൺ മാറി. റവന്യൂ ഇൻ ടേംസ് ഓഫ് കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് 2% ഇടിയുകയും ചെയ്തു. ഇതുകൂടാതെ ഡിസംബർ ക്വാർട്ടറിലേക്കുള്ള ഗ്രോത്ത് ഫോർകാസ്റ്റും റെഡ്യൂസ് ആയി എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു അപ്ഡേറ്റാണ്. ഡിസംബർ ക്വാർട്ടറിലേക്കുള്ള ഗ്രോത്ത് 1.5% മുതൽ 3.5%-അടുത്തേക്ക് ഡിക്ലൈൻ ആകും എന്നാണ് കമ്പനിയിൽ നിന്നും പുറത്തു വന്ന ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ 2024 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഫോർകാസ്റ്റ് -1 മുതൽ -3%-അടുത്തായിരിക്കും. അതായത് ലോങ്ങർ ടൈംസിലേക്ക് അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് വിപ്രോ ഡീഗ്രോത്ത് അല്ലെങ്കിൽ സ്ലോവർ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് വന്നിരിക്കുന്നത്. തുടർച്ചയായ 6ാമത്തെ ക്വാർട്ടറിലും $3 ബില്യൺ മുകളിൽ കമ്പനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മോശം മാക്രോ എൻവയോൺമെൻ്റ് ആയിട്ടും കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നതിനെ മാനേജ്മെൻറ്റ് ഒരു പോസിറ്റീവ് ഫാക്റ്റായിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത്. വിപ്രോ എന്ന സ്റ്റോക്ക് റീസെൻ്റ്ലി 440-ൽ നിന്നും ഇടിഞ്ഞ് 407 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 400 ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്കിൻ്റെ
മറ്റൊരു പ്രധാന സപ്പോർട്ടായ 375 സ്റ്റോക്ക് ഇടിയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ നിഫ്റ്റിയുടെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇന്നത്തെ ദിവസം നിഫ്റ്റിയിലും നമ്മൾക്കൊരു ബ്രേക്ക് ഡൗൺ കാണാൻ സാധിക്കും. ഇന്ന് നിഫ്റ്റിയിൽ ഒരു ലോങ്ങർ ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. കൂടാതെ ഇൻഡെക്സ് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് സപ്പോർട്ടായ 19,700 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇനി 19,600 എന്ന 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ സപ്പോർട്ടാണ് ഇൻഡെക്സിനുള്ളത്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 19,480 എന്ന ലെവലിലേക്ക് ഇൻഡെക്സ് ഇടിയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻഡെക്സിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് 19,800, 19,850 തുടങ്ങിയ ലെവലുകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്